ഹായ്, ഇന്നത്തെ വീഡിയോ CBSE 9ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 8th ചാപ്റ്റർ ക്വാഡ്രിലേറ്ററൽസ് ഈ ചാപ്റ്ററിലെ എക്സസൈസ് 8.1ലെ 7th ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ABCD is a trapezium in which AB parallel CD and AD equal to BC. ഫിഗർ തന്നിട്ടുണ്ട്. ഫിഗർ 8.14 ഷോ ദാറ്റ്. ഫിഗർ ഇവിടെ തന്നിട്ടുണ്ട്. ABCD ഒരു പാരലോഗ്രാമാണ്. ഇവിടെ സിയിൽ നിന്നും ഇയിലേക്ക് ഒരു റേ വരച്ചിട്ടുണ്ട്. ഷോ ദാറ്റ് ആംഗിൾ A is equal to ആംഗിൾ B. ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ആംഗിൾ C is equal to ആംഗിൾ D. ഇതുപോലെ ട്രയാംഗിൾ ABC കോൺഗ്രുവന്റ് ടു ട്രയാംഗിൾ BAD. ഡയഗണൽ AC ഈക്വൽ ടു ഡയഗണൽ BD. ഡയഗണൽ AC വരച്ചാൽ ACയും BDയും ഈക്വൽ ആണ് എന്നും പ്രൂവ് ചെയ്യണം. ഹിന്റ് തന്നിരിക്കുന്നത് എക്സ്റ്റെൻഡ് AB and draw a line through C parallel to DA intersecting AB produced at E. ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുണ്ട്. ചെയ്ത് നോക്കാം. ഇവിടെ ഫിഗർ വരച്ചു. നമുക്ക് തന്നിരിക്കുന്നത് AB പാരലൽ DC എന്ന് തന്നിട്ടുണ്ട്. AB പാരലൽ DC. അതുകൊണ്ട് തന്നെ AE പാരലൽ DC ആയിരിക്കും. AE പാരലൽ DC ആണ്. നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തവിടെ വെക്കാം. ഇനി ഇവിടെ ഇഫ് ഇൻ എ ക്വാഡ്രിലേറ്ററൽ ഓപ്പോസിറ്റ് പെയർസ് ഓഫ് സൈഡ്സ് ആർ പാരലൽ. ഇവിടെ ഇതിന് പാരലായിട്ട് CE പാരലായിട്ട് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് പെയർസ് ഓഫ് സൈഡ്സ് പാരലാണ്. അതുകൊണ്ട് തന്നെ ABCE ADCE ഇതൊരു പാരലോഗ്രാം ആണ്. അപ്പോൾ ഇവിടെ AD പാരലൽ CE, ADയും CEയും പാരലാണ് എന്ന് നമുക്ക് കൺസ്ട്രക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. അതിൻ്റെ റീസൺ നമുക്ക് കൺസ്ട്രക്ഷനിൽ എഴുതാം. അത് വരയ്ക്കാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് കിട്ടുന്നത് ADCE ഈസ് എ പാരലോഗ്രാം. അതുകൊണ്ട് തന്നെ ആംഗിൾ A പ്ലസ് ആംഗിൾ E ഈക്വൽ ടു 180 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ Aയും ആംഗിൾ Eയും അത് 180, അതിൻ്റെ സമ്മ് 180 ഡിഗ്രിയാണ്. അപ്പോൾ സം ഓഫ് അഡ്ജസൻ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം. അതുപോലെ ആംഗിൾ B പ്ലസ് ആംഗിൾ CBE ഈക്വൽ ടു 180 ഡിഗ്രിയാണ്. ആംഗിൾ B ഇതാണ്. അതുപോലെ ആംഗിൾ CBE ഈ രണ്ട് ആംഗിൾ അത് ലീനിയർ പേഴ്സ് ആണ്. ഇനി നമുക്ക് AD ഈക്വൽ ടു CE എന്ന് പറയാം. കാരണം ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് പാരലോഗ്രാം ആണ്. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 5 എന്ന് കൊടുക്കാം. ഇനി AD ഈക്വൽ ടു B. ADയും BCയും ഈക്വൽ ആണ്. അത് നമുക്ക് തന്നിട്ടുണ്ട്. ഇക്വേഷൻ നമ്പർ 6 എന്ന് കൊടുക്കാം. അത് ഗിവൺ ആണ്. അപ്പോൾ നമ്മൾ 5ാമത്തെയും 6ാമത്തെയും ഇക്വേഷൻ നോക്കിയാൽ അതിൽ നിന്നും നമുക്ക് BC ഈക്വൽ ടു CE എന്ന് കിട്ടും. BC ADക്ക് ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ BC CEക്ക് ഈക്വൽ ആണ്. ഫ്രം ഇക്വേഷൻ 5 and 6. ഇനി ഫ്രം ആംഗിൾ E ഈക്വൽ ടു ആംഗിൾ CBE. ആംഗിൾ E ഇതാണ്. ഈക്വൽ ടു CBE. അത് ഈ രണ്ട് സൈഡ് ഈക്വൽ ആണ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആംഗിൾസ് ഈക്വൽ ടു ഈക്വൽ സൈഡ്സ്. അപ്പോൾ അതിന് ഇക്വേഷൻ നമ്പർ 7 എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആംഗിൾ B പ്ലസ് ആംഗിൾ E ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് എഴുതാം. ഫ്രം ഇക്വേഷൻ 4 and 7. ആംഗിൾ B നോക്കുക. ആംഗിൾ Bയും ആംഗിൾ Eയും. അപ്പോൾ നൗ ഫ്രം ഇക്വേഷൻ 3 and 8 നമ്മൾ നേരത്തെ ഇക്വേഷൻ നമ്പർ 8 എന്ന് കൊടുക്കുക. അപ്പോൾ 8 ആംഗിൾ A പ്ലസ് ആംഗിൾ E ഈക്വൽ ടു ആംഗിൾ B പ്ലസ് ആംഗിൾ E. ഇതിൽ നിന്നും നമുക്ക് കിട്ടും ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ B എന്ന് കിട്ടും. അപ്പോൾ ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ B എന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആംഗിൾ A പ്ലസ് ആംഗിൾ D ഈക്വൽ ടു 180 ഡിഗ്രിയാണ്. ആംഗിൾ Aയും ആംഗിൾ Dയും 180 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് പാരലോഗ്രാമിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആംഗിൾസ് ആണ്. പാരലോഗ്രാമിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആണ്. അപ്പോൾ ആംഗിൾ Aയും ആംഗിൾ Dയും കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. അതുപോലെ തന്നെ ആംഗിൾ B പ്ലസ് ആംഗിൾ C ഈക്വൽ ടു 180 ഡിഗ്രിയാണ്. അതും ഇതേ കാരണം അഡ്ജസ്റ്റൻ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം. അതിൽ നിന്ന് ആംഗിൾ A പ്ലസ് ആംഗിൾ D ഈക്വൽ ടു ആംഗിൾ B പ്ലസ് ആംഗിൾ C എന്ന് നമുക്ക് കിട്ടും. ദാറ്റ് ഇംപ്ലൈസ് ആംഗിൾ D ഈക്വൽ ടു ആംഗിൾ C ആണ്. അതിൻ്റെ റീസൺ ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ B ആണ്. അപ്പോൾ Aക്ക് പകരം B. അപ്പോൾ Aയും Bയും കോമൺ ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നിന്ന് Aനെയും Bനെയും നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയാൽ ആംഗിൾ D ഈസ് ഈക്വൽ ടു ആംഗിൾ C എന്നാണ് കിട്ടുക. ഓർ ആംഗിൾ C ഈസ് ഈക്വൽ ടു ആംഗിൾ D. അതാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ ഇൻ ട്രയാംഗിൾ ABC ആൻഡ് ട്രയാംഗിൾ BAD ABC ഈ ട്രയാംഗിളും അതുപോലെ BAD ഈ ട്രയാംഗിൾ, ഈ രണ്ട് ട്രയാംഗിളിൽ AD ഈക്വൽ ടു BC ആണ്. അത് നമുക്ക് തന്നിട്ടുണ്ട്.
ഗിവൺ. അതുപോലെ ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി, ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി, അത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രൂവ്ഡ് അബൌട്ട്. അതുപോലെ എ ബി ഈക്വൽ ടു എ ബി ഈക്വൽ ടു എ ബി, ദെയർഫോർ ട്രയാങ്കിൾ എ ബി സി കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ ബി എ, കാരണം ഒരു സൈഡ് രണ്ട് ആംഗിൾസ്, അപ്പോൾ എ എസ് എ കോൺഗ്രുവൻസ്, അപ്പോൾ അത് പ്രൂവ് ചെയ്തു. ഇനി നാലാമത്തെ ചോദ്യം, ഡയഗണൽ എ സി ഈക്വൽ ടു ഡയഗണൽ, കാരണം നമ്മളിവിടെ ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും ബൈ സി പി സി ടി, കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവന്റ് ട്രയാങ്കിൾ. അപ്പോൾ ഇതിലെ 4 ക്വസ്റ്റ്യൻ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു.